ഫിഫ്ത്ത് സെമിസ്റ്ററിലെ ഒരു ഓപ്പൺ കോഴ്സ് സബ്ജക്റ്റാണ് ഇ കൊമേഴ്സ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. മിനിമം ഈ പറയുന്ന ടോപ്പിക്കുകളെങ്കിലും നിങ്ങൾ കവർ ചെയ്തിട്ട് വേണം എക്സാമിനേഷന് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ ഇ കൊമേഴ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇ കൊമേഴ്സ് ഈസ് ഷോർട്ട് ഫോർ ഇലക്ട്രോണിക് കൊമേഴ്സ്. അതായത് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കൊമേഴ്സിൻ്റെ ഷോർട്ട് ഫോമാണ്. ഓക്കെ, ഇനി ഇ കൊമേഴ്സിൻ്റെ മീനിങ് എന്താണ്? ബൈയിങ് ആൻഡ് സെല്ലിങ് ഗുഡ്സ് ഓർ സർവീസസ് ത്രൂ ദ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് വഴി നമ്മൾ സാധനങ്ങളോ സർവീസസോ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് ഇ കൊമേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന്, ഫ്ലിപ്കാർട്ടിൽ നിന്ന്, മിന്ത്രയിൽ നിന്നൊക്കെ നമ്മൾ ക്ലോത്ത്സ് ഓർഡർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും തിങ്സ് ഓർഡർ ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഓൺലൈൻ കോഴ്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓൺലൈൻ കോഴ്സിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ ഇൻ്റർനെറ്റിൽ കൂടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, പേയ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഇ കൊമേഴ്സിന് എക്സാമ്പിളാണ്. കൊമേഴ്സിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കൂടി ഇതിനകത്ത് പഠിച്ചു വെക്കണം. കാരണം ഇ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് ചിലപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ്, അഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ നേച്ചർ, നീഡ്, ഇമ്പോർട്ടൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് ചോദിച്ചെങ്കിലും നമുക്ക് ഈ ഇ കൊമേഴ്സിൻ്റെ ഫീച്ചേഴ്സ് എഴുതിയാലും നമുക്കതിൽ കുറച്ചെങ്കിലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ കോമൺ ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സ് എന്തെല്ലാമാണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ഫസ്റ്റ് വൺ പറയുന്നത് ഓൺലൈൻ ബൈയിങ് ആൻഡ് സെല്ലിങ് ഈസ് പോസിബിൾ. അതായത് ഇ കൊമേഴ്സിൽ കൂടി നമുക്ക് ഓൺലൈനായിട്ട് നെറ്റ്വർക്ക് വഴി ഇൻ്റർനെറ്റിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം? സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും സാധിക്കും. ഗുഡ്സ് മാത്രമല്ല, സർവീസസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൺലൈനായിട്ട് നമുക്ക് സർവീസസ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഗ്ലോബൽ റീച്ച് ആണ്. അതായത് നമുക്ക് ഗ്ലോബലിയുള്ളൊരു ആക്സസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇ കൊമേഴ്സ്, അതായത് ഓൺലൈനായിട്ട് സെയിൽസ് നടത്തുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിലുള്ള കസ്റ്റമേഴ്സിനെ മാത്രമല്ല കിട്ടുക, അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റ് മാത്രമല്ല അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക. ഗ്ലോബലായിട്ട് തന്നെ, അതായത് ലോകത്ത് എവിടെയുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ പറയുന്ന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ കൂടി പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഗ്ലോബൽ റീച്ച് കിട്ടുന്നുണ്ട് എന്നതാണ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് 24/7 അവൈലബിലിറ്റി. ഓൺലൈനാണ്. സോ അതുകൊണ്ട് തന്നെ ഏതൊരു ടൈമിലും, അതായത് ബിസിനസ് ടൈം മാത്രമല്ല അവിടെ നോക്കുക, ഏതൊരു ടൈമിൽ വേണമെങ്കിലും കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുക? അവരുടെ കൺവീനിയൻറ്റ് ടൈമിൽ കൺവീനിയൻറ്റ് പ്ലേസിലിരുന്നു കൊണ്ട് പർച്ചേസ് ചെയ്യാനും ഓപ്ഷൻസ് നോക്കാനും ഒക്കെയുള്ള പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. പിന്നെ പറയുന്നത് ഇലക്ട്രോണിക് പേയ്മെൻറ്റിനുള്ളൊരു പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നു, അപ്പോൾ അതേപോലെ തന്നെ അതിന് പേയ്മെൻറ്റും നമുക്ക് എന്ത് ചെയ്യാം? ഓൺലൈനായിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പറയുന്നത് പേപ്പർലെസ് ട്രാൻസാക്ഷനാണ്. എല്ലാം ഓൺലൈൻ വഴിയാണ് നമ്മൾ ചെയ്യുന്നത്, ഇൻ്റർനെറ്റിൽ കൂടിയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണ്ട? പേപ്പർ, അതായത് സാധാരണ നമ്മളിപ്പോൾ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള മാർക്കറ്റിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ഫിസിക്കൽ ഷോപ്പിൽ പോകുന്നു, നമ്മൾ അവിടെ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, അതിൻ്റെ ബില്ല് അവർ പേപ്പർ ഡോക്യുമെൻ്റ് പോലെ ഒരു ബില്ല് അവർ എൻ്റർ ചെയ്ത് തരുന്നു, അതിൻ്റെ ബേസിൽ നമ്മൾ ക്യാഷ് പേ ചെയ്യുന്നു. ഇവിടെ പക്ഷെ അങ്ങനെ നമുക്ക് ബില്ല് അങ്ങനെ എന്താ പറയുക, ഒരു പേപ്പർ ഫോമിൽ ട്രഡീഷണൽ ഫോർമാറ്റിൽ നമുക്കത് കിട്ടേണ്ട ആവശ്യമില്ല, അല്ലേ? എല്ലാം ഡിജിറ്റൽ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. സോ പേപ്പർലെസ് ട്രാൻസാക്ഷൻസ് ഇവിടെ പോസിബിൾ ആവുന്നുണ്ട്. സോ പേപ്പർലെസ് ട്രാൻസാക്ഷൻ ആകുമ്പോൾ പേപ്പേഴ്സ് കുറയുന്ന സമയത്ത് തന്നെ കോസ്റ്റ് അവിടെ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനീസിന് കഴിയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഡയറക്റ്റ് കസ്റ്റമർ ഇൻറ്ററാക്ഷൻ. കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആ ഒരു കമ്പനിയായിട്ട് ഡയറക്റ്റ് ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത് പോസിബിൾ ആവുന്നുണ്ട്. അതായത് ആ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ കസ്റ്റമേഴ്സ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തന്നെ എന്ത് ചെയ്യാം? എന്തെല്ലാം പ്രോഡക്റ്റ്സ് അവിടെ ഉണ്ട്, ആ പ്രോഡക്റ്റ്സിൻ്റെ കാറ്റലോഗും കാര്യങ്ങളൊക്കെ അവർക്ക് തന്നെ വിസിറ്റ് ചെയ്യാം. അവർക്ക് തന്നെ അവരുടെ താല്പര്യപ്രകാരം ആ പ്രോഡക്റ്റിൻ്റെ, അവർ താല്പര്യപ്പെടുന്ന പ്രോഡക്റ്റിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർക്കത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി കസ്റ്റമർ സർവീസ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി അവിടെ ഉണ്ട്. ഓക്കെ, കസ്റ്റമേഴ്സിന് എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ അതും ഇതിൽ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഡയറക്റ്റ് കസ്റ്റമർ ഇൻട്രാക്ഷൻ അവിടെ പോസിബിൾ ആവുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ പേഴ്സണലൈസേഷൻ അല്ലെങ്കിൽ കസ്റ്റമൈസേഷന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനും ഇവിടെ ഉണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് നമ്മുടേതായിട്ടുള്ള ഓരോ കസ്റ്റമേഴ്സിനും യുണീക്കായിട്ടുള്ള രീതിയിലായിരിക്കും അവർക്ക് ആവശ്യമായിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് കിട്ടാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഇ കൊമേഴ്സിലുണ്ട്. പിന്നെ പറയുന്നത് ലോവസ്റ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് കോസ്റ്റ് മാത്രമേ ഇവിടെ ആവുന്നുള്ളൂ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു പേപ്പർലെസ് ട്രാൻസാക്ഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ പേപ്പർലെസ് ട്രാൻസാക്ഷൻ ആകുമ്പം ബിസിനസ് ഓർഗനൈസേഷന് അവരുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ പറയുന്നത് സ്പീഡ് ആൻഡ് കൺവീനിയൻസ് ആണ്. അതായത് ഇ കൊമേഴ്സിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഫാസ്റ്റായിട്ട് തന്നെ, വളരെ സ്പീഡായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കൺവീനിയൻറ്റ് പ്ലേസിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ട്രാൻസാക്ഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി കൂടി ഈ പറയുന്ന ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻസിൽ എൻഷുർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തുകയാണ്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ നടത്തുമ്പം നമുക്കവിടെ എന്തുണ്ടാവും, നമുക്ക് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഫോർമാറ്റിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തും. സോ അവിടെ സെക്യൂരിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പ്രൈവസി, കസ്റ്റമേഴ്സിൻ്റെ പ്രൈവസിക്ക് അവിടെ ഒരു പ്രൊട്ടക്ഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇ കൊമേഴ്സിൽ നമ്മൾ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് പഠിച്ച പോലെ തന്നെ ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ചാലഞ്ചസ് ഉണ്ട്. ആ ചാലഞ്ചസും കുറച്ച് നമ്മൾ നോക്കി വെക്കേണ്ടതാണ്. നമുക്ക് തന്നെ അറിയാവുന്ന കുറേ കാര്യങ്ങളാണ്, എന്നാലും ഒന്ന് ജസ്റ്റ് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് സെക്യൂരിറ്റി ഇഷ്യൂസ് വരാനായിട്ടുള്ള ചാൻസ് അവിടെ ഉണ്ട് അല്ലേ. എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഫോർമാറ്റിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യുക. എന്നിരുന്നാൽ പോലും ഈ പറയുന്ന സൈറ്റുകളും കാര്യങ്ങളും ഹാക്ക് ചെയ്തുകൊണ്ട്, ഹാക്കേഴ്സൊക്കെ എന്ത് ചെയ്യാം, നമ്മുടെ സിസ്റ്റം ഹാക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ അവർ തെഫ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ചാൻസ് അവിടെയുണ്ട്. സോ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ട്രസ്റ്റ്, കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ അത്ര ട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. കാരണം അവർ ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അവർ ഫിസിക്കലായിട്ട് ആ ഒരു പ്രോഡക്റ്റും കാര്യങ്ങളൊന്നും ഇൻസ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോഡക്റ്റ് കയ്യിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് കിട്ടുള്ളൂ, ആ കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു വിശ്വാസക്കുറവ് എപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. പിന്നെ പ്രൈവസി കൺസേൺസ്, അതായത് ഇപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളും കൂടി നടത്തണം. അപ്പോൾ ഒരു തേർഡ് പാർട്ടിക്ക് കസ്റ്റമേഴ്സിൻ്റെ ഇൻഫർമേഷൻ പോവുമോ എന്നുള്ളൊരു ഭയം കൂടി കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ അവരുടെ പ്രൈവസി എന്ന് പറയുന്നത് നഷ്ടപ്പെടുമോ, അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ, പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എന്നുള്ള കൺസേൺസ് ഒക്കെ അവർക്ക് ഉണ്ടായിരിക്കാം. പിന്നെ പറയുന്നത് ഡെലിവറി പ്രോബ്ലംസ് ആണ്. അതായത് ഓൺലൈനായിട്ട് നമ്മൾ പ്രോഡക്റ്റ് ഇപ്പോൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അത് എന്താ പറയുക, ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്കവിടെ ഡെലിവറി ആവില്ല. ഓക്കെ, നമുക്ക് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ചിലപ്പോൾ ഒരുപാട് ഡിലേ വരാനായിട്ടുള്ള ചാൻസ് അവിടെയുണ്ട്. അപ്പോൾ ഡെലിവറി ചെയ്യുമ്പോൾ ഒത്തിരി ഡിലേ ആവാനായിട്ടുള്ള ചാൻസ് അവിടെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഗുഡ്സൊക്കെ ചിലപ്പോൾ നമുക്ക് ഡെലിവറി ചെയ്ത് കിട്ടാനായിട്ടുള്ള ചാൻസ് അവിടെ ഉണ്ട്. അങ്ങനെയുള്ള പ്രോബ്ലംസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ഫിസിക്കലായിട്ടുള്ളൊരു ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ പോസിബിൾ ആവുന്നില്ല. നമുക്ക് നേരിട്ട് ടച്ച് ചെയ്ത് സീൻ ചെയ്തിട്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇ കൊമേഴ്സിൽ നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. നമുക്ക് ജസ്റ്റ് ആ കാറ്റലോഗ് കാണാം, അതിൻ്റെ റിവ്യൂസ് നമുക്ക് ചെക്ക് ചെയ്യാം, അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഓർഡർ ചെയ്യാം. ഓക്കെ, ഒരിക്കലും അത് ടച്ച് ചെയ്തിട്ട് നല്ലൊരു പ്രോഡക്റ്റ് ആണോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ പറയുന്നത് ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസ് എന്തെങ്കിലും വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ നെറ്റ്വർക്ക് വഴി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഓർഡറിങ് നടത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇ കൊമേഴ്സിൽ ട്രാൻസാക്ഷൻസ് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസിൽ ഹൈ കോമ്പറ്റീഷനാണ് എല്ലാ ബിസിനസ്സും ഫേസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് എല്ലാ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസും എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇ കൊമേഴ്സ് കണ്ടക്ട് ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകളും അവർ അവരുടെ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ ഇടയിലേക്ക് എത്തിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഹൈ കോമ്പറ്റീഷൻ വരാനായിട്ടുള്ള ചാൻസ് അവിടെ ഉണ്ട്. പിന്നെ പറയുന്നത് ഡിപ്പെൻഡൻസ് ഓൺ ഇൻ്റർനെറ്റ് കംപ്ലീറ്റ്ലി ഇൻ്റർനെറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ഇ കൊമേഴ്സ് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റിന് എന്തെങ്കിലും ഒരു ഫെയിലർ വന്നിട്ടുണ്ടെങ്കിൽ, കണക്ഷൻ പ്രോബ്ലംസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ അതുപോലെ തന്നെ പേഴ്സണലായിട്ടുള്ളൊരു കോണ്ടാക്റ്റ് ഇവിടെ കസ്റ്റമേഴ്സായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മളൊരു ട്രഡീഷണൽ ആയിട്ടുള്ള മാർക്കറ്റിങ്ങിൽ എങ്ങനെയാണ്, നമ്മളിപ്പോൾ ഒരു ട്രഡീഷണൽ ഷോപ്പിൽ പോകുന്നു, ഒരു ഫിസിക്കൽ ഷോപ്പിൽ പോകുന്നു, നമ്മൾ അവിടുത്തെ സെയിൽസ്മാനെ ഒക്കെ പരിചയപ്പെട്ട് അവരായിരിക്കും നമുക്ക് പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു പേഴ്സണൽ കോണ്ടാക്റ്റ് ഇൻറ്റിമസി വരാനായിട്ടുള്ള ചാൻസ് അവിടെയുണ്ട്. ഇവിടെ പക്ഷേ അങ്ങനെ ഒരു കാര്യമില്ല, നമ്മൾ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. സോ അവിടെ ഒരു പേഴ്സണൽ കോണ്ടാക്റ്റ് അവിടെ വരുന്നില്ല. പിന്നെ പറയുന്നത് കസ്റ്റമർ സർവീസ് ചാലഞ്ചസ് ആണ്. അതായത് കസ്റ്റമേഴ്സിന് അപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിലും പ്രോബ്ലംസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം എല്ലാം ഓൺലൈനായിട്ട് തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സ് എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സോൾവ് ചെയ്ത് കൊടുക്കാനായിട്ടൊന്നും സാധിച്ചൊന്നും വരില്ല. സോ കസ്റ്റമർ സർവീസിൽ ഇങ്ങനെയുള്ള ചാലഞ്ചസും വരാനായിട്ടുള്ള ചാൻസ് അവിടെ ഉണ്ട്.